വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജു കുട്ടൂസ് വ്ലോഗ്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇപ്പൊ ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അടുത്ത മാസം തുടങ്ങുമെന്നാണ് ഒഫീഷ്യലി വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ 100% ഉറപ്പായിട്ടുള്ള കുറച്ച് പേരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള കുറച്ച് പേരുടെയും പേരുകൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. കോമണേഴ്സിന് ഈ ജൂലൈ 10 വരെ പേര് കൊടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആരൊക്കെ കോമണേഴ്സ് ഉണ്ടാവും നമുക്ക് അറിയത്തില്ല. എങ്കിലും സെലിബ്രിറ്റീസിൻ്റെതായിട്ടുള്ള കുറച്ച് പേരുടെ പേരുകൾ പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതില് 100% ഉറപ്പുള്ള ഒരു 10 പേരുടെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരു 10 പേരുടെ പേരുമാണ് ഞാനിവിടെ പറയുന്നത്. കണ്ടസ്റ്റൻസിന്റെ പേര് പറയുന്നതിന് മുമ്പ് എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ ആള് സീരിയൽ ആക്ടർ ആയിട്ടുള്ള ആദിത്യൻ ജയൻ. ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും സുപരിചിതനുമാണ്. രണ്ടാമത്തെ ആളാണ് രേഖ രതീഷ്, സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷ്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും, സുപരിചിതയായിട്ടുള്ള സീരിയൽ ആക്ട്രസ് അവന്തിക മോഹൻ. നാലാമത്തെ ആള് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ബബിത ബബി. അഞ്ചാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സുധിച്ചേട്ടന്റെ വൈഫ്, നമ്മളെല്ലാരും ഏറെ കയറ്റി നിർത്തിയേക്കുന്ന വ്യക്തി രേണു സുധി. ആറാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോൾ. ഏഴാമത്തെ ആള് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള അപ്പാനി ശരത്. എട്ടാമത്തെ ആള് ലെസ്ബിയൻസ് കപ്പിൾസ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള വ്യക്തികളാണ് ആദില നൂറ. ഒമ്പതാമത്തെ ആള് നമ്മുടെ സ്വന്തം RJ അഞ്ജലി, എല്ലാവർക്കും സുപരിചിതയാണ്, കോൺട്രവേഴ്സീസ് നല്ല കൂടുതലുള്ള ഒരു വ്യക്തിയാണ് RJ അഞ്ജലി. ഏഴാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അപ്പാനി ശരത്. എട്ടാമത്തെ ആള് ലെസ്ബിയൻ കപ്പിൾസ് ആണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, ആദില നൂറ. ഒമ്പതാമത്തെ ആള് നമ്മളെ ഏറെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയ ഒരു വ്യക്തി RJ അഞ്ജലി. പത്താമത്തെ വ്യക്തി സിംഗർ ആയിട്ടുള്ള അക്ബർ ഖാൻ. ഇവര് 10 പേരാണ് 100% ആയിട്ട് വരുമെന്ന് ഉറപ്പുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ വരുന്ന വ്യക്തികൾ. ഇവരുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാം. പ്രഡിക്ഷൻ ലിസ്റ്റിലും 10 പേരെ ഞാൻ എടുത്തിട്ടുള്ളൂ. അവരിൽ 10 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. പ്രഡിക്ഷൻ ലിസ്റ്റിലെ ആദ്യത്തെ വ്യക്തി ജിഷിൻ മോഹൻ, സീരിയൽ ആക്ടർ ആണ്. രണ്ടാമത്തെ വ്യക്തി നമ്മുടെ ടീമേ എന്ന് വിളിക്കുന്ന ആള് ബിനീഷ് ബാസ്റ്റിൻ. മൂന്നാമത്തെ വ്യക്തി ജാസി അഷി, LGBTQ എന്നുള്ള ആളാണ്. അഞ്ചാമത്തെ വ്യക്തി ബിജു സോപാനം, അദ്ദേഹം സീരിയൽ ആക്ടറും ആണ്, അതുപോലെ തന്നെ ഫിലിം ആക്ടറും ആണ്. അഞ്ചാമത്തെ വ്യക്തി ആക്ട്രസ് ആയിട്ടുള്ള മസ്താനി. ആറാമത്തെ വ്യക്തി സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ഷാനവാസ്. നമ്മുടെ ഇന്ദ്രേട്ടനെ ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, സീതയുടെ ഇന്ദ്രേട്ടനെ, അത് ഷാനവാസ്. ഏഴാമത്തെ വ്യക്തി റോഹൻ ലോണ, ഇന്റർവ്യൂവർ ആണ്, അതുപോലെ തന്നെ ആങ്കറും ആണ്. എട്ടാമത്തെ വ്യക്തി ഇഷാനി ഇഷ, ആക്ടർ ആണ്, ഡാൻസർ ആണ്, ഇന്റർവ്യൂവർ ആണ്, സിംഗർ ആണ്, മോഡലാണ്, എല്ലാ മേഖലയും തിരഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒമ്പതാമത്തെ വ്യക്തി സ്വീറ്റി ബെർണാഡ്, പുള്ളിക്കാരി ആങ്കർ ആണ്, ആക്ടർ ആണ്, അതുപോലെ ഡബിങ് ആർട്ടിസ്റ്റും ആണ്. പത്താമത്തെ വ്യക്തി അരുൺ നായർ, ഉണ്ടായിരുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരു ഓണ്ടർപ്രണർ ആയിട്ട് ഇപ്പോ ഏകദേശം 30,000-ൽ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു വ്യക്തിയാണ് അരുൺ നായർ. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഉറപ്പായിട്ട് വരുന്ന 100% ഉറപ്പ് വരുന്ന ലിസ്റ്റിലും പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള വ്യക്തികൾ. ഇനി കോമണേഴ്സ് എത്ര പേരുണ്ടാവും എന്ന് നമുക്ക് അറിയത്തില്ല. ഇത്തവണയെങ്കിലും ഒരു കോമണർ കപ്പടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? കമന്റ് ചെയ്യൂ.